ഡോക്ടർ നദ്വിയുടെ വിവാദ പ്രസംഗത്തിൽ പ്രതിഷേധം കത്തിപ്പടരുന്നു. ബഹാവുദ്ദീൻ നദ്വിയെ തള്ളി സമസ്ത പ്രസിഡന്റ് ജിഫ്രി മുത്തുക്കോയ തങ്ങൾ. നദ്വി പറഞ്ഞത് സമസ്തയുടെ നയമല്ലെന്നും ജിഫ്രി തങ്ങൾ. നദ്വിക്ക് പിന്തുണയുമായി സമസ്ത നേതാവ് നാസർ ഫൈസി കൂടത്തായിയും രംഗത്ത്. സോഷ്യൽ മീഡിയയിലും പ്രതിഷേധം ശക്തം. സമസ്ത മുഷാവറ അംഗം ഡോക്ടർ ബഹാവുദ്ദീൻ നദ്വിയുടെ വാദഗതികളെ തള്ളി സമസ്ത പ്രസിഡന്റ് ജിഫ്രി മുത്തുക്കോയ തങ്ങൾ. അതേസമയം ഡോക്ടർ നദ്വിക്ക് പിന്തുണയുമായി സമസ്തയിൽ ഒരു വിഭാഗവും രംഗത്തെത്തി. നദ്വി നടത്തിയ വിവാദ പരാമർശത്തെ തുടർന്ന് സമസ്തയിൽ പൊട്ടിത്തെറികൾ രൂക്ഷമാകുന്നുവെന്ന് മെട്രോ പോസ്റ്റ് നേരത്തെ റിപ്പോർട്ട് ചെയ്തിരുന്നു. അത് ശരിവെക്കുന്ന സംഭവ വികാസങ്ങളാണ് ഇപ്പോൾ പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത്. നദ്വി പറഞ്ഞുകൊണ്ടിരിക്കുന്നത് സമസ്തയുടെ നയമല്ലെന്ന് തുറന്നടിച്ചാണ് സമസ്ത പ്രസിഡന്റ് ജിഫ്രി മുത്തുക്കോയ തങ്ങൾ രംഗത്ത് വന്നത്. ആരുടെയെങ്കിലും സ്വകാര്യ ജീവിതത്തിലെ ദോഷങ്ങൾ പരിശോധിക്കലല്ല സമസ്തയുടെ ജോലി. അത് സമസ്തയുടെ നയവുമല്ല. ഏതൊരു വ്യക്തിയുടെയും സ്വകാര്യ ജീവിതത്തിലേക്ക് പാളി നോക്കലും അഭിപ്രായം പറയലും സമസ്തയുടെ നേതാക്കൾക്ക് യോജിച്ച കാര്യമല്ലെന്ന് ചൂണ്ടിക്കാണിച്ച ജിഫ്രി തങ്ങൾ വിവാദ പരാമർശങ്ങളെക്കുറിച്ച് ബഹാവുദ്ദീൻ നദ്വിയോട് തന്നെ ചോദിക്കണമെന്നാണ് ജിഫ്രി തങ്ങൾ മാധ്യമപ്രവർത്തകരോട് പ്രതികരിച്ചത്. വിവാദ വിഷയത്തിൽ സമസ്തയുടെ നയം പ്രസിഡന്റ് ജിഫ്രി തങ്ങൾ വ്യക്തമാക്കിയതോടെ സമസ്തയ്ക്കുള്ളിലെ രൂക്ഷമായ അഭിപ്രായ വ്യത്യാസങ്ങളും മറനീക്കി പുറത്തെത്തി. ജിഫ്രി തങ്ങളെ പിന്തുണച്ചുകൊണ്ട് മറ്റൊരു മുഷാവർ അംഗമായ ഉമർ ഫൈസി മുക്കവും രംഗത്തെത്തിയിട്ടുണ്ട്. ബഹുഭാര്യത്വ ശൈശവ വിവാഹ വിഷയങ്ങളിൽ ബഹാവുദ്ദീൻ നദ്വി പറഞ്ഞ ശൈലി ശരിയായിട്ടില്ലെന്നാണ് ഉമർ ഫൈസിയും ചൂണ്ടിക്കാണിച്ചത്. അതേസമയം ഡോക്ടർ നദ്വിയെ പിന്തുണച്ചുകൊണ്ടാണ് സമസ്ത നേതാവ് നാസർ ഫൈസി കൂടത്തായി രംഗത്ത് വന്നത്. നദ്വി നടത്തിയത് ചരിത്ര വസ്തുതകളെയും വിശ്വാസ പ്രമാണങ്ങളെയും അടിസ്ഥാനമാക്കിയ പ്രതികരണം മാത്രമാണെന്നും അത് സമസ്തയുടെ നയം തന്നെയാണെന്നും നാസർ ഫൈസി കൂടത്തായി വ്യക്തമാക്കുകയും ചെയ്തു. ഇതോടെ സമസ്ത പ്രസിഡന്റ് ജിഫ്രി തങ്ങളുടെ നിലപാടിനെ എതിർക്കുകയാണ് നാസർ ഫൈസി കൂടത്തായി ചെയ്തതെന്ന വികാരവും ശക്തമായി ഉയർന്നിട്ടുണ്ട്. സമസ്തയ്ക്കുള്ളിൽ നദ്വിയെ അംഗീകരിക്കുന്നവരും എതിർക്കുന്നവരും എന്ന വിധത്തിൽ രണ്ട് ചേരികൾ ഇതിനോടകം രൂപം കൊണ്ടു കഴിഞ്ഞുവെന്നാണ് സംഭവ വികാസങ്ങൾ വ്യക്തമാക്കുന്നത്. ജിഫ്രി മുത്തുക്കോയ തങ്ങളുടെ നിലപാടിനെ തള്ളിക്കൊണ്ട് മുസ്ലിം ലീഗ് അനുകൂല സുന്നി നേതാവ് കൂടിയായ നാസർ ഫൈസി കൂടത്തായി രംഗത്തെത്തിയതിന് പിന്നിൽ വ്യക്തമായ രാഷ്ട്രീയ അടിയൊഴുക്കുകൾ നടന്നിട്ടുണ്ടെന്നതും വ്യക്തം. ശൈശവ വിവാഹത്തെ ന്യായീകരിക്കാനായി EMSന്റെ മാതാവിന്റെ വിവാഹം 11ാം വയസ്സിലായിരുന്നു എന്ന ഡോക്ടർ നദ്വിയുടെ പ്രതികരണമാണ് വിവാദമായത്. കൂടാതെ പലർക്കും സ്വന്തം ഭാര്യമാർക്ക് പുറമെ ഔദ്യോഗികമല്ലാത്ത ഭാര്യമാർ ഉണ്ടെന്ന വിധത്തിൽ ബഹുഭാര്യത്വത്തെ ന്യായീകരിച്ചുകൊണ്ടുള്ള നദ്വിയുടെ പ്രതികരണങ്ങളാണ് വിവാദങ്ങൾക്ക് വഴിയൊരുക്കിയിരുന്നത്. ഡോക്ടർ നദ്വിയുടെ നിലപാടുകളെ രൂക്ഷമായി വിമർശിച്ചുകൊണ്ട് നാഷണൽ ലീഗ് ഓർഗനൈസിംഗ് സെക്രട്ടറി NK അബ്ദുൾ അസീസ് സോഷ്യൽ മീഡിയയിലൂടെ നടത്തിയ പ്രതികരണത്തിന് വലിയ സ്വീകാര്യതയാണ് ലഭിച്ചുകൊണ്ടിരിക്കുന്നത്. ബഹാവുദ്ദീൻ നദ്വി നടത്തിയത് ഇസ്ലാമിനെ തെറ്റിദ്ധരിപ്പിക്കുന്ന നിലപാടാണെന്നും അത് സമസ്ത മുഷാവറ പരിശോധിക്കണമെന്നുമാണ് അബ്ദുൾ അസീസ് ആവശ്യപ്പെട്ടത്. സമസ്തയുടെ വിശ്വാസ്യത തകർക്കുന്ന ഈ വിധം പ്രവണതകൾ പണ്ഡിത ശ്രേഷ്ഠരുടെ ഭാഗത്തു നിന്ന് ആവർത്തിക്കാതിരിക്കാൻ കർശന നടപടികൾ സ്വീകരിക്കണമെന്നും ഇസ്ലാമിക വിരുദ്ധ പരാമർശം നടത്തിയ ബഹാവുദ്ദീൻ നദ്വിയുടെ സമസ്ത മുഷാവറ അംഗത്വം റദ്ദു ചെയ്യണമെന്നും അബ്ദുൾ അസീസ് ആവശ്യപ്പെട്ടിട്ടുമുണ്ട്. വ്യക്തമായ തെളിവില്ലാതെ ലൈംഗിക അപവാദം ഉന്നയിക്കുന്നത് ഇസ്ലാമിക നിയമപ്രകാരം വൻ പാപമാണ്. വ്യഭിചരിക്കുന്നത് കണ്ടാൽ പോലും വിശ്വാസയോഗ്യരായ 4 സാക്ഷികൾ ഇല്ലാതെ പരസ്യപ്പെടുത്താൻ പാടില്ല എന്നതാണ് ഇസ്ലാമിക നിയമം. ഒരു വിശ്വാസിയുടെ ഭാഗത്തു നിന്നും ഉണ്ടാകാത്ത വിധത്തിൽ വിശുദ്ധ ഖുർആനിന്റെ കൽപ്പനകളെ ലംഘിക്കുന്ന സമീപനമാണ് ഡോക്ടർ നദ്വിയുടെ ഭാഗത്തു നിന്ന് ഉണ്ടായതെന്നും NK അബ്ദുൾ അസീസ് ചൂണ്ടിക്കാണിച്ചിരുന്നു. എന്നാൽ NK അബ്ദുൾ അസീസ് ഡോക്ടർ നദ്വിയെ വിമർശിച്ചത് പിണറായിയെ സ്തുതിക്കാൻ വേണ്ടിയാണെന്ന ഫേസ്ബുക്ക് പോസ്റ്റുമായി ആബിദ് അടിവാരം രംഗത്തെത്തിയതോടെ വിവാദം കൂടുതൽ രൂക്ഷമാവുകയാണുണ്ടായത്. UDF അനുകൂല പ്രതികരണങ്ങൾ നിരത്തുന്ന ആബിദ് അടിവാരത്തിന്റെ ആരോപണത്തിന് ശക്തമായ മറുപടികൾ നൽകി അബ്ദുൾ അസീസ് വീണ്ടും രംഗത്തെത്തി. MP-മാർക്കും MLA-മാർക്കും മന്ത്രിമാർക്കും ഇൻചാർജ് ഭാര്യമാരുണ്ടാകും എന്ന നദ്വിയുടെ പ്രസ്താവന മുസ്ലിം ലീഗ് നേതാക്കൾക്കും ബാധകമാണോ എന്ന ചോദ്യമാണ് നാഷണൽ ലീഗ് നേതാവായ NK അബ്ദുൾ അസീസ് ആബിദ് അടിവാരത്തിന് നേരെ ഉയർത്തിയിരിക്കുന്നത്. അതേസമയം EMSന്റെ കുടുംബത്തിനെ അപമാനിക്കുന്ന വിധത്തിൽ പ്രതികരിച്ച ഡോക്ടർ നദ്വിക്കെതിരെ ശക്തമായ പ്രതിഷേധം നടത്തുന്ന CPM-നെ പ്രതിരോധിക്കാൻ സുന്നി മഹല്ല് ഫെഡറേഷൻ രംഗത്ത് വന്നിട്ടുണ്ട്. സുന്നി മഹല്ല് ഫെഡറേഷന്റെ ഈ നീക്കത്തിന് പിന്നിൽ മുസ്ലിം ലീഗ് നേതൃത്വമാണെന്നാണ് സൂചനകൾ വ്യക്തമാക്കുന്നത്. നദ്വിയെ എതിർത്ത ജിഫ്രി തങ്ങൾക്ക് CPM-ന്റെയും ഡോക്ടർ നദ്വിക്ക് മുസ്ലിം ലീഗിന്റെയും പരോക്ഷ പിന്തുണയാണ് ലഭിക്കുന്നതെന്ന് തന്നെയാണ് രാഷ്ട്രീയ കേന്ദ്രങ്ങൾ വിലയിരുത്തുന്നത്.